ആശ്രിത നിയമനത്തിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കിയിരിക്കുന്നു. സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ആശ്രിത നിയമനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. സ്വമേധയാ വിരമിച്ച ജീവനക്കാർ മരിച്ചാൽ ആശ്രിതർക്ക് നിയമനത്തിന് അർഹതയില്ല എന്നതാണ് വ്യവസ്ഥ. ശ്രീത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും. ശ്രീത്ത് വിശദാംശങ്ങൾ പറയും. ശ്രീയത്തിലേക്ക് അല്പസമയത്തിനകം എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആശ്രിത നിയമത്തിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കിയ സർക്കാർ തീരുമാനമാണ് ഇപ്പോൾ വാർത്തയിൽ നിറയുന്നത്. എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെയുള്ള ആശ്രിത നിയമനത്തിനാണ് പുതിയ നിയന്ത്രണങ്ങൾ ഇപ്പോൾ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീയത്തിലേക്ക് വീണ്ടും. ശ്രീയത്ത്, ഇപ്പോൾ വളരെ സുപ്രധാനമായൊരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ സർവീസിൽ ഇരിക്കുക അല്ലെങ്കിൽ സ്വമേധയാ വിരമിച്ച ജീവനക്കാർ മരിച്ചാൽ ആശ്രിതർക്ക് നിയമനത്തിന് അർഹതയില്ല എന്നതാണ് പുതിയ വ്യവസ്ഥ. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ആശ്രിത നിയമനത്തിലുള്ള വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുന്നത്. ആശ്രിത നിയമനവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾക്ക് ഈ പുതിയ മാർഗനിർദ്ദേശത്തിൽ സർക്കാർ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എയ്ഡഡ് സ്കൂളുകളിൽ സർവീസിലിരിക്കെ മരണപ്പെടുന്ന ജീവനക്കാർക്ക്, അധ്യാപകർക്ക്, അവരുടെ ആശ്രിതർക്ക് ഈ ആശ്രിത നിയമനത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ്. ഇപ്പോൾ ഉപാധികളുടെ അടിസ്ഥാനത്തിൽ എയ്ഡഡ് സ്കൂളുകളിലെ ജീവനക്കാർക്കും അധ്യാപകരുമൊക്കെ സർവീസിലിരിക്കെ മരണമടഞ്ഞാൽ ആശ്രിത നിയമനത്തിന് അർഹതയുണ്ട്. ഉദാഹരണത്തിന് 4 തസ്തികകളുടെ ഒഴിവ് വരുമ്പോൾ ഒരു തസ്തിക ഇത്തരത്തിൽ ആശ്രിത നിയമനത്തിനായി നീക്കിവെക്കുന്ന വ്യവസ്ഥ നിലവിലുണ്ട്. എന്നാൽ ഇപ്പോൾ സർക്കാർ അംഗീകരിച്ച പുതിയ മാർഗനിർദ്ദേശം പ്രകാരം എയ്ഡഡ് സ്കൂളുകളിലെ ജീവനക്കാർക്ക് ആശ്രിത നിയമനത്തിൽ സർവീസിലിരിക്കെ മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ആശ്രിത നിയമനത്തിൽ അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം.